ചോദ്യം വായിക്കുക. 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ 32 സെക്കൻഡ് എടുക്കുന്നു. എങ്കിൽ ട്രെയിനിൻ്റെ വേഗം എത്ര? ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ നീളം തന്നിട്ടുണ്ട്. 300 മീറ്റർ നീളമുള്ള ട്രെയിൻ, അത് കടന്നു പോകുന്ന പാലം കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പാലത്തിൻ്റെ നീളവും പറഞ്ഞിട്ടുണ്ട്, 500 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ട്രെയിനിൻ്റെ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് എടുക്കാം, ട്രെയിനിൻ്റെ നീളം മാത്രമേ എടുക്കാമായിരുന്നു 300 മീറ്റർ. പക്ഷെ കടന്നു പോകുന്ന ആ പാലമായിക്കോട്ടെ, ഇപ്പോൾ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതിൻ്റെ നീളം കൂടെ പറഞ്ഞതിനാൽ അതുകൂടെ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് എന്നെടുക്കാൻ. അപ്പോൾ ട്രെയിനിൻ്റെ നീളം പിന്നെ പാലത്തിൻ്റെ നീളം, അങ്ങനെ 300ഉം 500ഉം കൂടെ ചേരുമ്പോൾ 800 എന്ന് കിട്ടും. ആ 800ന് വേണം നമ്മൾ ഡിസ്റ്റൻസ് എന്നെടുക്കുക. അപ്പോൾ 800 മീറ്റർ. അപ്പം ട്രെയിനിൻ്റെ നീളം മാത്രമേ ഉള്ളെങ്കിൽ അതെടുത്താൽ മതി. അത് കടന്നു പോകുന്ന വസ്തുവിൻ്റെ നീളവും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് വേണം ആകെ ദൂരം അഥവാ ദൂരം എന്നെടുക്കാൻ. ഇനി ആ പാലം കടന്നു പോകാൻ എടുത്തിരിക്കുന്ന സമയം എത്രയാണ്? 32 സെക്കൻഡാണ്. അപ്പം നമുക്കിവിടെ ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. എത്ര? 800 ബൈ 32. നമുക്കൊന്ന് വെട്ടിയാൽ മതി. ഈ 800ഉം 32ഉം 8ൻ്റെ പട്ടികയിൽ നമുക്ക് വെട്ടാലോ? 8ലാകുമ്പോൾ 1 തവണ 100 തവണ, ഇവിടെയോ 4 തവണ. 4ഉം 100ഉം കൂടെ വെട്ടാൽ എത്ര തവണ? 25 തവണ. അപ്പം നമ്മുടെ ആൻസർ 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടൊരു ആൻസർ കിടപ്പുണ്ട്. പക്ഷേ അവിടെ 25 കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പോൾ അതെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതിനെ കിലോമീറ്റർ പെർ മണിക്കൂറായിട്ട് മാറ്റണം. എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. പഠിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ 5ഉം 25ഉം കൂടെ വെട്ടി 5 തവണ 18ഉം 5ഉം കൂടെ ഗുണിച്ചപ്പോൾ 90 കിട്ടി. 90 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ.